ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ബുധനാഴ്ചയാണ്. നമ്മൾക്ക് ലാറ്റിൻ കാത്തലിക്കിന് നോമ്പ് തുടങ്ങുന്ന ദിവസമാണ്. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് തിങ്കളാഴ്ചത്തെയും ചൊവ്വാഴ്ചത്തെയും വീഡിയോയും കൂടി മിക്സ് ചെയ്തിട്ടാണ്. കാരണം തിങ്കളാഴ്ച എനിക്ക് കൂടുതൽ വർക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല, പാചകങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമുക്ക് തലേ ദിവസത്തെ ലെഫ്റ്റ് ഓവറുകളുണ്ടായിരുന്നു, അത് വെച്ചിട്ടായിരുന്നു ഉച്ചക്ക് കഴിച്ച് പോയത്. അതുകൊണ്ട് തന്നെ അന്ന് വീഡിയോയും കൂടുതൽ നമുക്ക് എടുക്കാനുള്ള ഒരു കണ്ടൻറ് ഒന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് പിറ്റേ ദിവസത്തെ ചൊവ്വാഴ്ചത്തെയും കൂടി വീഡിയോ ചേർത്തിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ രാവിലെ ഇപ്പോൾ ഈ ഫ്ലാഗ് ഹോയിസ്റ്റിങ് പോലെയാണ് ഈ സംഭവം വലിച്ച് മോളിൽ കയറ്റി വെക്കും. ഞാനല്ല കേട്ടോ സാധാരണ ചെയ്യുന്നത്, പപ്പയാണ്. ചില ദിവസങ്ങളിൽ എനിക്ക് ടൈം കിട്ടുമ്പോൾ ഞാനങ്ങനെ ചെയ്യുന്നതെന്ന് മാത്രം. തിങ്കളാഴ്ച എനിക്ക് രാവിലെ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം സൺഡേ ഞാൻ വീഡിയോ ഒക്കെ റെഡിയാക്കി അന്ന് സൺഡേ തന്നെ അപ്ലോഡൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു തിങ്കളാഴ്ചത്തെ വീഡിയോ. അപ്പോൾ രാവിലെ എനിക്ക് അധികം ജോലി ഉണ്ടാവില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനത്തെ പണികളൊന്നും ചെയ്യാറില്ല. പപ്പയാണ് വന്നിട്ട് ഈ ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് ഒക്കെ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ അതിനെ ഇപ്പോൾ അങ്ങനെ പറഞ്ഞത്. കാരണം ശരിക്കും ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യണ ഒരു പോലെ ആണ് അത് കാണുമ്പോഴും നമ്മൾ ചെയ്യുമ്പോഴും തോന്നുന്നത്. ഏതായാലും അതെല്ലാം ചുരുട്ടി കയറ്റി വെച്ച് എല്ലാ ജനലുകളുടെ പാളികളൊക്കെ തുറന്നിട്ടാലാണ് നമുക്ക് വീടിൻ്റെ അകത്ത് നല്ലൊരു സുഖമായിട്ടിരിക്കാൻ പറ്റണത്. അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ചൂടാണ്. നമ്മുടെ വീട്ടിലിങ്ങനെ അധികം ചൂടില്ല കേട്ടോ. പിന്നെ നമ്മളുടെ ബാക്ക് സൈഡിൽ ആ ഒരു വർക്ക് ഏരിയ റൂഫൊക്കെ ഇട്ടിട്ട് അടച്ച് കളഞ്ഞില്ലേ, അതിന് ശേഷം മാത്രമേ നമുക്ക് അധികം കാറ്റും കൂടെ വരാത്ത. അല്ലെന്നുണ്ടെങ്കിൽ പുറകിൽ നിന്ന് നല്ല കാറ്റാണ്. വീട് മുഴുവൻ കാറ്റിങ്ങനെ കയറി ഇറങ്ങി ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും ഒക്കെ കാറ്റായിരുന്നു. അപ്പോൾ അവിടെ അങ്ങനെ കെട്ടിയടച്ചതോട് കൂടിയിട്ട് കുറച്ച് കാറ്റ് കുറഞ്ഞിട്ടുണ്ട്. എങ്കിൽ തന്നെയും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ കടലിൻ്റെ അരികിലല്ലേ കിടക്കണത്, നമ്മുടെ സ്ഥലമൊക്കെ കടലിൻ്റെ അരികിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കാറ്റും നല്ലൊരു കാലാവസ്ഥ നമുക്ക് നമ്മുടെ വീടിൻ്റെ അകത്തുണ്ട് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരിത്തിരി ചൂടുണ്ട്, പക്ഷേ വീടിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ കുഴപ്പം തോന്നിയിട്ടില്ല ഇത്തവണ. കഴിഞ്ഞ വർഷം നമ്മൾ വല്ലാതെ വിഷമിച്ചൊരു വർഷമായിരുന്നു എല്ലാവരും തന്നെ. ചൂട് അത്രയും ഉണ്ടായിരുന്നു. ഇവിടെ നമ്മളുടെ റൂബിയൊക്കെ വല്ലാതെ വിഷമിച്ച്. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ ചൂട് എങ്ങനെയുണ്ട്? ഭയങ്കര ചൂടുണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും? ഇവിടെ അധികം കൂടെ അനുഭവപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ പപ്പ പറഞ്ഞത് നമ്മളുടെ റൂഫിൽ ആ സീലർ ഇട്ടത് കൊണ്ട് കുറച്ച് ചൂട് കുറവുണ്ടെന്നൊക്കെയാണ് പപ്പ പറയണത്. ഇനി മുന്നോട്ട് എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. ഏതായാലും ഇതുവരെയും അങ്ങനെ അസഹനീയമായിട്ടുള്ളൊരു ചൂട് തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നില്ലേ ഇത്തിരി പരിപ്പ് കറിയും വീറ്റ് ദോശയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഗോതമ്പ് പൊടിയും ഒരിത്തിരി അരിപ്പൊടിയും കൂടിയിട്ട് ഉപ്പും ചേർത്ത് കലക്കി വെള്ളം ചേർത്തിട്ട് ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ദോശത്തവയൊക്കെ എടുത്തിട്ട് കുറേ അധികം നാളായി. അപ്പോൾ ഈ ദോശത്തവയുടെ അടിവശത്ത് നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ രണ്ട് സൈഡും യൂസ് ചെയ്യാം ഈ ഒരു ദോശത്തവക്ക്. ഗ്രില്ലിംഗ് ഒന്നും ഞാൻ ചെയ്യാറൊന്നുമില്ല, അതുകൊണ്ട് അത് എടുക്കാറില്ല. അപ്പോൾ അങ്ങനെ നമുക്കിപ്പോൾ ബ്രെഡെല്ലാം ടോസ്റ്റ് ചെയ്യാനൊക്കെ ഇങ്ങനെ വര പോലെ ഉണ്ടാവും. അങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ വെച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ആ ദോശത്തവ കുറച്ചധികം നാളായി ഉപയോഗിച്ചിട്ട്. അപ്പോൾ അങ്ങനെ അതെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എണ്ണ പുരട്ടി അതിൻ്റെ കറയൊന്നും എടുത്തതാണ് കേട്ടോ. അതാണ് ഒരു ബുദ്ധിമുട്ട്. നമ്മൾ കുറച്ച് നാൾ ഉപയോഗിക്കാതെ വെച്ച് കഴിയുമ്പോഴത്തേക്കും അതിലൊക്കെ കറ പിടിച്ചിരിക്കും. പിന്നെ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കുന്നത് ഒരു വലിയൊരു പണിയായിരിക്കുള്ളൂ. അതുകൊണ്ടൊക്കെയാണ് നമുക്ക് എടുക്കാൻ മടി ഈ കാസ്റ്റ് അയൺ പാത്രങ്ങൾ. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ 1-2 പാത്രങ്ങളാണെങ്കിൽ നമുക്ക് എപ്പോഴും എടുത്ത് ഉപയോഗിക്കുക. അപ്പോൾ കുഴപ്പമില്ല, കറയൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മളുടെ പരിപ്പധികം വേവാത്ത പരിപ്പായതുകൊണ്ട് തന്നെ ഞാൻ ഇത്തിരി നേരിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടാണ് വെക്കണത് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ഇനി തിളച്ച് തൂവി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ചെറിയ ഉള്ളി മുഴുവനോട് ഇട്ടിട്ടുണ്ട്. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടാകും. അങ്ങനെ ഞാനത് നന്നായിട്ട് വേകട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് നേരം ഇട്ട് അത് അങ്ങനെ ഇത്തിരി വിസിൽ അടിച്ചടിച്ച് അങ്ങനെ നിന്ന് തെറിച്ചൊന്നും പുറത്തേക്ക് ഒട്ടും തന്നെ വന്നില്ല എണ്ണയൊക്കെ ഒഴിച്ചതുകൊണ്ട്. പക്ഷേ കൂടുതൽ വെന്തുപോയി. എനിക്കങ്ങനെ ഒരുപാട് വേഗണ പരിപ്പ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, കുറുക്ക് പോലെ ഇരിക്കണത്. ഇത് ഇത്തിരി കുറുക്ക് പോലെ ആയിപ്പോയി. ആ ഉള്ളിയുടെ ടേസ്റ്റും പോയിപ്പോയി. അപ്പോൾ ഈ ഒരു വേപ്പ് ഞാൻ എൻ്റെ സ്വന്തം വേപ്പും തൈമേന്ന് കട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്. കാരണം അത് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് അതിൻ്റെ ശിഖരങ്ങൾ വരാൻ തുടങ്ങിയത്. അപ്പോൾ അത് ഒരു 3 ശിഖരങ്ങൾ ആയിട്ട് നിൽക്കുന്നുണ്ട്. അതിലൊരു ശിഖരം കട്ട് ചെയ്തതാണ് ഞാൻ. കാരണം ഇനി അതിൽ നിന്നും പൊട്ടി വരണമല്ല. ഇനി ഇതുപോലെ തന്നെ 2 ശിഖരവും കൂടി നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വേപ്പും തൈ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നല്ല ഒരു സ്ട്രോങ് ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ വേപ്പിലേക്ക് എടുക്കുമ്പോൾ തന്നെയും നല്ല ഇങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തളർന്ന പോലെ ആകും. ഭയങ്കര തിന്നായിട്ടിരിക്കും. ഇത് നല്ല സ്ട്രോങ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മളുടെ വേപ്പും തൈ നല്ല രീതിക്ക് വരാൻ തുടങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് വെന്തിട്ട് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇത്രയും കൂടി ഒന്ന് വേവ് കുറവായിരുന്നു ഇഷ്ടം. അപ്പോൾ ഉള്ളിയൊക്കെ വല്ലാതെ അങ്ങോട്ട് അലിഞ്ഞു പോയിട്ടുണ്ട്.
അങ്ങനെ ഞാൻ അതിനകത്തേക്ക് സവാളയും വേപ്പിലയും കൂടിയൊക്കെ ഒന്ന് വഴറ്റി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അത് റെഡിയാക്കി. അപ്പോൾ ഈ ഒരു പരിപ്പ് കറി വെക്കണമെന്നുണ്ടെങ്കിൽ പപ്പക്ക് ഉച്ചക്ക് വലിയ ഇഷ്ടമാണ്. പരിപ്പ് കറിയില്ല എന്ന് ചെയ്യട്ടെ, അതിൻ്റെ ബാക്കിയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ പിറ്റേ ദിവസവും കഴിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി പരിപ്പ് ഉള്ളതെല്ലാം കൂടി എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് ഒട്ടും അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ, ഒരു ഇത്തിരി കഴിക്കാനേ എനിക്കിഷ്ടമുള്ളൂ. ചില ദിവസങ്ങളിൽ നമുക്ക് രാത്രി കറിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പരിപ്പ് താളിക്കും, അത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അല്ലാതെ രാവിലെയൊക്കെ താളിക്കണ പരിപ്പ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. രാത്രി നമ്മൾ ഡിന്നറിന് വേണ്ടി താളിക്കും, അത് നല്ലൊരു ടേസ്റ്റാണ്. അതെന്താണെന്ന് എനിക്കറിയില്ല. ഇവിടെ എല്ലാവരും പറയും രാത്രി ഡിന്നറിനൊന്നും ഇല്ലെങ്കിൽ നമ്മളങ്ങനെ പരിപ്പ് താളിച്ചാൽ നല്ല ടേസ്റ്റാണെന്ന് പറയും. പിന്നെ നമ്മളൊക്കെ ഇല്ലേ എപ്പോഴും പല ആളുകളെയും ഒഴിവാക്കാറുണ്ടല്ലേ, അവർ ശരിയല്ല, ഇവർ ശരിയല്ല, നമ്മളെയും പല ആൾക്കാരും ഒഴിവാക്കുന്നുണ്ട്, അത് നമ്മളും അറിയാറില്ല. നമ്മൾ ശരിയല്ല എന്ന് അവരും പറയുന്നുണ്ടാവും അല്ലേ. കാരണം ഞാൻ നേരത്തെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്, ഒരു പാസഞ്ചർ ഷിപ്പിലിങ്ങനെ യാത്ര ചെയ്യുന്ന ആളുകൾ, ഒരുപാട് ആളുകൾ യാത്ര ചെയ്യണേണ് സ്ഥലങ്ങൾ കാണാനും ഒക്കെ ആയിട്ട് അങ്ങനെ പോകണേ. അപ്പോൾ ഒരു റൂമിൽ തന്നെ ഡബിൾ, അതായത് 2 പേര് താമസിക്കുന്ന ആ റൂം, അതിനകത്ത് 2 ആൾ, അവർ പരസ്പരം അറിയില്ലല്ലോ, അവർ പല സ്ഥലങ്ങളിൽ നിന്നും വന്നേക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർ ആ ഒരു റൂം ഷെയർ ചെയ്യുമ്പോൾ അവിടെ ഉള്ള ആ 2 പേരിൽ ഒരാൾ മറ്റൊരാൾ അയാളെ നോക്കിയിട്ട് മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു, ആളത്ര ശരിയല്ലെന്ന് തോന്നുന്നുണ്ട്, ഇയാളെ നമുക്ക് വിശ്വസിച്ച് രാത്രി കൂടെ കിടന്നുറങ്ങാൻ പറ്റില്ല, നമ്മളുടെ സാധനങ്ങളൊക്കെ ചിലപ്പോൾ ഇയാളടിച്ച് മാറ്റിയാല, അതുകൊണ്ട് സാധനങ്ങൾ വിലപ്പെട്ടതെല്ലാം കൂടി കൊണ്ടുപോയിട്ട് കപ്പലിലെ ലോക്കറിൽ വെക്കണമെന്നും പറഞ്ഞിട്ട് ക്യാപ്റ്റനെ സമീപിക്കണേണ് ഇയാൾ. അപ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞ് നിങ്ങൾ ഏത് റൂമിലാണ് എന്ന് ചോദിച്ചപ്പോൾ റൂം നമ്പർ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആ പുള്ളി പറഞ്ഞ് ഇയാളുടെ റൂമിൽ താമസിക്കുന്ന കൂടെയുള്ള ആൾ, അയാൾ നേരത്തെ തന്നെ സാധനങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് കഴിഞ്ഞ് തന്നെ പേടിയാണെന്ന് പറഞ്ഞിട്ട് എന്ന്. അപ്പോഴാണ് അയാൾ ചിന്തിക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെയാണ് നമ്മളെ ആളുകൾ ചിന്തിക്കുന്നതെന്നുള്ളത്. അപ്പോൾ എല്ലാം തികഞ്ഞാൽ ആരെയും നമുക്ക് കാണാൻ പറ്റൂലല്ലോ, എന്തെങ്കിലുമൊക്കെ ഒരു അവരുടേതായ ഒരു ദൗർബല്യങ്ങൾ എല്ലാവർക്കും തന്നെ ഉണ്ടാകും. ഇപ്പം നമ്മൾക്ക് നവരസങ്ങൾ എന്ന് പറയുന്ന ഒരു സംഭവമില്ലേ, ചില സമയങ്ങളിൽ നമ്മൾ കരയും, ചില സമയത്ത് നമ്മൾ ചിരിക്കും, അത്ഭുതപ്പെടും, അങ്ങനെയൊക്കെ പലതും, അതെല്ലാം കൂടി ചേർന്നത് തന്നെയാണ് എല്ലാ മനുഷ്യരും. അപ്പം എന്ന് പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും ചിരിക്കുന്ന മനുഷ്യരെ മാത്രം നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. പിന്നെ ഈ പരസ്യമായി എല്ലാവരും കാണുമ്പോൾ ചിരിക്കുന്ന മനുഷ്യർ, അവർ ചിരിച്ചുകൊണ്ട് മാത്രമല്ലല്ലോ ഇരിക്കണത്, ഉള്ളിൽ അവർ കരഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പോൾ പുറത്ത് ചിരിക്കുന്നത്, അത് നമ്മൾക്കറിയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിയാലും എല്ലാം അങ്ങനെ തന്നെയാണ്. കാരണം സൂര്യൻ ഉദിക്കുകയും ചെയ്യുന്നുണ്ട്, അസ്തമിക്കുകയും ചെയ്യുന്നുണ്ട്, അതൊരു സാധനം തന്നെയല്ലേ. അതുപോലെ തന്നെ വേലിയിറക്കവും നടക്കുന്നുണ്ട്. അപ്പോൾ അത് പ്രകൃതിയിൽ ഉള്ള ഒരു പ്രതിഭാസമാണ്, ഒരു സാധനം തന്നെയല്ലേ അത് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് മനുഷ്യരിലും. അപ്പം നമ്മൾ എല്ലാം തികഞ്ഞൊരു വ്യക്തിനെ നോക്കി നടക്കാൻ തുടങ്ങിയാൽ നമുക്ക് ആരെയും കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് മറ്റുള്ളവർക്കും, നമ്മളും എല്ലാം തികഞ്ഞ ആളുകളല്ലല്ലോ. അപ്പം നമ്മളെയും ആർക്കും അങ്ങനെ ഇയാൾ കൊള്ളാം എന്ന് അവർക്കും തോന്നില്ല. അപ്പം നമ്മൾ വിചാരിക്കേണ്ടത് അങ്ങനെ കൂടെ കൊണ്ടു നടക്കുമ്പോൾ എല്ലാം തികഞ്ഞിട്ടല്ല, അവരുടെ പരസ്പരം ഓരോ കുറവുകളും കൂടിയിട്ട് ഉൾക്കൊണ്ട് മാത്രമാണ് ഏതൊരു ബന്ധവും മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ക്ലീനിങ്, ഇന്നിപ്പോൾ പാചകമില്ലല്ലോ, അതുകൊണ്ട് ക്ലീനിങ്ങിലേക്ക് ഏർപ്പെട്ടപ്പോൾ നമ്മുടെ കാർപ്പറ്റുമേന്നെല്ലാം കുറച്ച് റൂബിയുടെ രോമവും അതുപോലെ അവൾ കഴിച്ചിടുന്ന എന്തെങ്കിലുമൊക്കെ സാധനങ്ങളും അതെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ വാക്യൂം ക്ലീനർ എടുക്കാതെ തന്നെയാണ് ക്ലീൻ ചെയ്ത്. ഈ വാക്യൂം ക്ലീനർ നമുക്ക് ഈ കുത്തി അത് കോഡ്ലെസ് ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ പണ്ട് മേടിച്ചത് വാക്യൂം ക്ലീനറാണ്. അത് വേറെ കുഴപ്പങ്ങൾ കേടുകളൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ വയറ് കുത്തി അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു ഇത്തിരി ഈ കോഡ്ലെസ് ആയിട്ടുള്ള ചാർജ് ചെയ്തെടുക്കുന്ന ടൈപ്പ് എടുക്കണമായിരിക്കും നല്ലതെന്ന് എനിക്ക് എപ്പോഴും തോന്നി. ഇതൊക്കെ ഇനി മാറ്റാനുള്ളതാണ്. പിന്നെ നമ്മൾ മാറ്റാനാണെന്നുണ്ടെങ്കിൽ ഈ വീട്ടിലെ സകല സാധനങ്ങളും മാറ്റേണ്ടി വരും, എത്രയോ രൂപ വേണം. അപ്പോൾ നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാം കൂടിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എത്രയോ ചിലവാണ്. അപ്പോൾ നമ്മൾക്ക് ഓരോ സമയത്ത് ഓരോന്നോരോന്നേ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, അത്ര മാത്രം. ഓരോ സാധനങ്ങൾ കേടായി വരുന്നതൊക്കെ അനുസരിച്ചിട്ട് അങ്ങോട്ട് മാറ്റാമെന്ന് വിചാരിച്ച്.
അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് റോജറിൻ്റെ ആ ഒരു വൈറ്റ് ടീഷർട്ടും ഞാൻ ഒന്ന് കൈകൊണ്ട് കഴുകി. പിന്നെ നമ്മൾ എത്ര തന്നെ ക്ലീൻ ചെയ്താലും റൂബിയുടെ രോമം പോയി തീരൂല കേട്ടോ. റൂബിയുടെ രോമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും വീട്ടിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറൂല. ഞാൻ ഇവിടെ ചില സമയത്ത് പറയാറുണ്ട്, റൂബിയുടെ കാലം കഴിഞ്ഞ് റൂബി മരിച്ചു കഴിഞ്ഞാൽ തന്നെയും എത്രയോ നാളുകൾ അവളുടെ രോമം നമ്മളുടെ വീടിൻ്റെ അകത്തുണ്ടാകും. എത്രയോ നാളുകൾ കഴിഞ്ഞായിരിക്കുള്ളൂ അതെല്ലാം പോയി തീരുന്നത് എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. അത് വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമായിരിക്കും എന്ന് ഞാൻ ഓർക്കും. കാരണം അവൾ നമ്മളുടെ കൂടെ ഉള്ളപ്പോൾ നമുക്ക് ആ രോമം കാണുമ്പോൾ ഒന്നും തോന്നില്ല. പക്ഷേ അവളുടെ കാലം കഴിഞ്ഞിട്ട് പിന്നെ അവളുടെ രോമങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഒന്നും രണ്ടുമായിട്ട് ഇങ്ങനെ എല്ലാ ദിവസവും കാണാൻ തുടങ്ങുമ്പോൾ നമ്മൾ വല്ലാതെ വേദനിക്കുമെന്നൊക്കെ ഞാനിവിടെ പറയാറുണ്ട്. ഏതായാലും ജനിച്ചാൽ ഒരു ദിവസം മരിക്കണം, അത് പ്രകൃതി നിയമമാണ്. എങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ആകെ തകർന്നു പോകും. ഇപ്പം നമ്മൾ അറിയില്ല. ഞാനിപ്പോൾ ചില ഷോർട്ട് വീഡിയോകളൊക്കെ ഇടാറില്ലേ, റൂബിയുടെ കുറേ പിക്ചേഴ്സൊക്കെ വെച്ചിട്ട് ഒരു പാട്ടൊക്കെ ഇട്ടിട്ട് ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഇപ്പം നല്ല സന്തോഷമാണ് എനിക്ക്. കാരണം തൊട്ടരിയിൽ അവൾ ഇരിക്കുന്നുണ്ടാകും, അപ്പോൾ അവൾ അതിലും കാണും, പിന്നെ നമ്മൾ ഇതേ ലൈവായിട്ടും കാണും. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ അവളുടെ മരണശേഷം ആ ഷോർട്ട് വീഡിയോ കാണാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല, അത്രയും സങ്കടം വരും ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ. അപ്പോൾ അവളുള്ളപ്പോൾ അതൊക്കെ ആസ്വദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിരുന്ന് കാണാറുണ്ട്, അവളെക്കുറിച്ചിട്ടുള്ള ഷോർട്ട് വീഡിയോകൾ മാത്രം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ ഒരു മനസ്സിൻ്റെ അവസ്ഥയെന്ന് ഞാൻ പറഞ്ഞതാണ്. എത്ര പ്രാവശ്യം അടിച്ചിന്ന്? 3 പ്രാവശ്യം. ഇന്നത്തെ മുറ്റടി മുകളിലടി അടിക്കണോ? അടിക്കേ കൊട്ട്. കപ്പലണ്ടിയല്ലേ തിന്നണത്, വേറൊന്നല്ലല്ലോ. കപ്പലണ്ടിയും ചായയും. ഇന്ന് എന്തെന്നാ പാൽച്ചായ മതി എന്ന് പറഞ്ഞ് പാൽച്ചായയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങള് പഴം പഴം കഴിക്കാനായില്ലേ? അപ്പൊക്ക് ബ്രെഡ്, ചായ, പഴം. ഇതേ ബ്രെഡ് ഉണ്ട്. ഇത് ദോശ വേണ്ടല്ലോ. 700 അല്ല 70 അവിടെ ഇരിക്ക് കാറ്റാ. എന്നിട്ട് അവിടെയൊക്കെ തരിയും പൊടി ഇടാനല്ലേ? കറങ്ങി വിടുത്തന്നെ മര്യാദക്ക് അവിടെ ഇരുന്ന് കഴിക്കണതിന് അതും കൊണ്ട് പോണത്. പപ്പക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാൻ കഴിയില്ല. മറ്റേ ദിവാങ്കോട്ട് പോയതോടുകൂടി സ്ഥലം പോയല്ലേ, അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് പുറത്തെ കാഴ്ചയും കണ്ട് കഴിക്കണം, അതാണ് ഏറ്റവും ഇഷ്ടം. ഇവിടെ ദിവാങ്കോട്ട് വലിയൊരു സങ്കടമായി പോയിട്ടാ പുറത്തായി പോയത്. പപ്പക്ക് ഇരിക്കാൻ സ്ഥലമില്ല. പപ്പ എപ്പോഴും ഇവിടെ ഇരിക്കണത് ഇവിടെ ഇരിക്കും. ഇവിടെ ഇരുന്നിട്ട് ദിവാങ്കോട്ട് ഇരുന്നിട്ട് അങ്ങോട്ട് നോക്കിയിരുന്ന് കാഴ്ചയും കണ്ടു വേണം പപ്പക്ക് വൈകുന്നേരം ചായ കുടിക്കാൻ. ഇപ്പം അത് നടക്കണില്ല. അപ്പം പപ്പ പോയ പോക്കേണ്ടി ഇതെടുത്തിട്ട് അങ്ങോട്ട് ശരിയാണല്ല, എവിടെയെങ്കിലും സ്ഥലമില്ലല്ല. ഞാൻ കാലത്ത് മൊത്തത്തിൽ ക്ലീൻ ചെയ്തിട്ടേക്കണേ, പൊടിയൊക്കെ കളഞ്ഞിട്ട്. അപ്പം അവിടെ കൊണ്ട് പൊടിയൊക്കെ ഇടാനാ. എന്തായിട്ട് മ്യൂസിക് അങ്ങനെ നമ്മൾ ദിവാങ്കോട്ട് മാറ്റിയതിട്ട് പപ്പയുടെ ചായ കുടി മുട്ടി. ചായ കുടിക്കണത് അതേലാണ് സ്ഥിരമായിട്ട്, എല്ലാ അതേലും കൊണ്ട് വെച്ചിട്ടേ കഴിക്കുള്ളൂ. അത് ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല. പക്ഷെ പപ്പ എന്ത് ചെയ്താലും ഇവിടെ വന്നിരിക്കൂല, ഇവിടെ ഒപ്പം ഇരിക്കൂല, അവിടെ പോയി ഇരിക്കുള്ളൂ. അപ്പോൾ കമൻറ്റ് ബോക്സിൽ പലപ്പോഴും ആളുകൾ എഴുതാറുണ്ട് എന്താണ് പപ്പനെ മാറ്റിയിരുത്തിയേക്കണേന്നും, അതുപോലെ പാവം പപ്പ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കണം, ഇങ്ങനെയൊക്കെ കമൻറ്റ് ബോക്സിൽ വരുമ്പോൾ ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ചിരിക്കോട്ടാ. കാരണം പപ്പ ഇരിക്കാത്തത് കൊണ്ടാണ്. പപ്പയ്ക്ക് എപ്പോഴും ഇങ്ങനെ വിശാലമായിട്ടിരിക്കണം, ഇങ്ങനെ തിങ്ങിക്കൂടി ഇവിടെ ഇരിക്കണമെന്ന് പപ്പയ്ക്ക് ഇഷ്ടമല്ല. ഇപ്പോൾ ഏതായാലും ദിവാങ്കോട്ട് പുറത്തേക്ക് പോയതോട് കൂടിയിട്ട് റോട്ടിലേക്ക് നോക്കിയിരുന്നിട്ട് കഴിക്കാനായിട്ടുള്ള ആ ഒരു സെറ്റപ്പ് പോയി. അതുകൊണ്ട് ഇത് ഇവിടെയൊക്കെ വന്നിരുന്നിട്ട് കഴിക്കണ്ട. ഇപ്പോഴും നിങ്ങൾ കണ്ടതല്ലേ, അതുകൊണ്ട് ഓർഡർ ചെയ്യണ ആൾ. പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും സംഗതി ഇല്ല എന്ന് കാണുമ്പോൾ തിരിച്ച് പോകുന്നതാണ്. പിന്നെ ഇപ്പോൾ ഈ പൊറോട്ട വാങ്ങിച്ചത് പപ്പ പോയി മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. പൊറോട്ട, കുറുമ, പിന്നെ എന്താണ്
ഇത് പനീർ, മട്ടർ പനീർ, ഇതൊക്കെ പപ്പ പോയി മേടിച്ചുകൊണ്ട് വന്നതാണ്. പപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവത്തിൽ പെട്ടൊരു സാധനമാണ് പൊറോട്ട, അതുപോലെ ബ്രെഡും. അതും പപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള. അപ്പോൾ വൈകുന്നേരം ബ്രെഡ് കഴിച്ച്, രാത്രി ഇതേ പൊറോട്ട. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ചിക്കൻ കറിയും കൂടി ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. റോജർ ചിക്കൻ കറിയും കൂട്ടിയിട്ട് പൊറോട്ട കഴിച്ച്. അപ്പോൾ പൊറോട്ടക്കും ഒരു കഥയുണ്ട് കേട്ടോ. ആ കഥ ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ നമ്മൾ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് ഈ കാണിക്കണത്, അതായത് ചൊവ്വാഴ്ചത്തെ വീഡിയോ ആണ് കാണിക്കണത്. രാവിലെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ റൂബി ഇരിക്കണ ഇരിപ്പാണ്. അവളുടെ മാനസികാവസ്ഥ വെച്ചിട്ട് അവൾ പല രീതിയിലും ഇതുപോലെയൊക്കെ കാണിക്കോട്ടെ, ഈ ഫേക്ക് പ്രഗ്നൻസിയുടെ കാലഘട്ടത്തിൽ മാത്രം. എന്തെന്നപ്പാ എന്തെന്നമ്മേ സെറ്റപ്പാണ് പറ്റും തന്നുണ്ട്. എത്തി ഇവിടെ ഇരിക്കുക. അനുസരണയുണ്ടടാ കുഞ്ഞിന്. കുഞ്ഞിവിടെ ഇരുന്ന് അനുസരണയുണ്ട് കുഞ്ഞിന്, അല്ലേ? മുത്തിന് അനുസരണയുണ്ട് അല്ലിപ്പാ. ഓടി വന്ന് വരവുണ്ടാ? അത്ര നേരം ഇവിടെ സൈലന്റ് ആയിട്ട് ഇരുന്ന് വെച്ചതാണ്. ഗേറ്റ് പൂട്ട്. ദേ ജാക്സ പൂട്ട്. അവിടെ ഒരു പട്ടിയുണ്ട്, വേഗം പൂട്ടിക്കോ. പുറത്ത് പട്ടി നിൽക്കുന്നു വേറെ. ഞാൻ റൂബിയുടെ ഓട്ടം. സൈലന്റ് ആയിട്ട് ഇരുന്നിട്ട് വയലൻ്റായി. അപ്പം ഞാനേ ഒരു വീഡിയോയിൽ ഒരു ചാനലിൽ കണ്ട ഒരു സംഭവമാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ അവർ ചെയ്തത് പഴയ ലെഗിങ്സ് ഇങ്ങനെ കളയണ്ടെന്ന് പറഞ്ഞിട്ട് ചെയ്തേക്കുന്ന ഒരു സാധനം. നമ്മുടെ ഇത് മറ്റേ എന്തെന്നാ പറഞ്ഞത്, മാറാമ്പലടിക്കുന്ന ചൂല് പോലത്തെ ഒരു സാധനമാണ് ഈ ലെഗിങ്സ് വെച്ചിട്ട് അവർ കട്ട് ചെയ്ത് ഉണ്ടാക്കിയത്. സംഭവം കൊള്ളാം, കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ ഒറ്റ കാല് മാത്രം എടുക്കണത്. ഒരു കാല് എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വിടിയിക്കാതെ ഇങ്ങനെ ഒരു നമ്മളിങ്ങനെ തോരണം കട്ടിയില്ലേ എന്ന് പറഞ്ഞ് മുട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇത് കണ്ട് തോരണം പോലെ ആക്കി എടുത്തിട്ട് ഇതിന് നല്ല ഒരു ഇങ്ങനെ ഈ നമ്മളുടെ എന്താ പറഞ്ഞത് അറ്റത്തൊരു കൊളുത്ത് പോലെയൊക്കെയുള്ള സ്ഥലത്ത് ഒരു വടിയുമേലാണിത് അവർ ചുറ്റി വെച്ചത്. കാരണം ആ കൊളുത്തേൽ ഫ്രണ്ടിലൊന്ന് കെട്ടി ഉറപ്പിക്കണം ഈ സാധനം, അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഊർന്നിങ്ങോട്ട് പോരും. ഇപ്പം എനിക്ക് അങ്ങനത്തെ ഒരു വടി കിട്ടിയില്ല. കാരണം നമുക്ക് പഴയ ഈ എന്താ പറഞ്ഞാൽ മാറാമ്പലിടിക്കുന്ന ചൂലൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം ഇതുപോലത്തെ ഒരു സാധനം വേണം ഫ്രണ്ടിൽ, ഇതേൽ കെട്ടി ഉറപ്പിച്ചിട്ട് വേണം താഴേക്ക് ഇങ്ങനെ ചുറ്റിയെടുക്കാൻ എന്നവർ പറയുന്നുണ്ട്. അങ്ങനെ എന്നുണ്ടെങ്കിൽ അത് പോകാതെ നിൽക്കുള്ളൂ. നന്നായിട്ട് തന്നെ കെട്ടി ഉറപ്പിക്കണം. കെട്ടി ഉറപ്പിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇത് വിട്ടുപോരും കേട്ടോ. ഞാൻ ആക്കിയപ്പോഴത്തേക്കും വിട്ടുപോന്ന്. സംഭവം കൊള്ളാം. മാറാമ്പലടിക്കുന്ന ചൂല് പോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാധനം, അത്രയേ ഉള്ളൂ. പക്ഷേ ഇതിന് വേണ്ടിയിട്ടായിരുന്നില്ല ഞാൻ ഈ സാധനം ഉണ്ടാക്കിയത്. അപ്പോൾ അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ബ്ലൈൻഡ് ക്ലീൻ ചെയ്യാനും അതുപോലെ ഈ പതിഞ്ഞ് കിടക്കുന്ന സോഫ, കോർണർ സോഫകളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള സോഫകളൊക്കെ നമുക്ക് മാറ്റി തുടക്കലൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അതൊക്കെ ചിലപ്പോൾ മാസത്തിൽ ഒരു ദിവസം ഒരിക്കലും നമ്മൾ മാറ്റി തുടക്കണം. അപ്പോൾ അതിൻ്റെ അടിയിലേക്കൊക്കെ കയറ്റി ഈ സംഗതി ഇങ്ങനെ കയറ്റി വെച്ചിട്ട് തുടക്കാനും പിന്നെ അതൊക്കെ അവർ കാണിക്കുന്നുണ്ട്. എനിക്കപ്പോൾ അത് ആ സോഫ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കാണിച്ചില്ല. പിന്നെ ഫ്രിഡ്ജിൻ്റെ അടിവശത്ത് ഒക്കെ ക്ലീൻ ചെയ്യാൻ നല്ലതാണ്. അത് നനച്ചിട്ട് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് തുടച്ച് പോരാൻ അത് കറക്റ്റായിട്ട് അവർ കാണിക്കുന്നത്. എൻ്റെ ഫ്രിഡ്ജിൻ്റെ അടിയിലോട്ടൊന്നും അത് കയറിയില്ല, ഞാൻ ട്രൈ ചെയ്ത് നോക്കി. പിന്നെ സോഫ്റ്റ് അടിയിലൊക്കെ അവർ ക്ലീൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. അതിനൊക്കെ കൊള്ളാം ഏതായാലും. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സ്മൂത്തി ആയിരുന്നു റോജറിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പപ്പക്ക് തലേദിവസത്തെ ദോശ ബാക്കി ഉണ്ടായിരുന്നില്ലേ, വീട്ടു ദോശ, അത് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും പരിപ്പ് കറിയും കൂടി പപ്പക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പഴം മാത്രം നിന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അത് മാത്രം എനിക്ക് അത് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഈ സംഭവം ഉണ്ടാക്കിയത് എന്തിനാണെന്നറിയാമോ? ഞങ്ങളുടെ ചുറ്റും എല്ലാ ജനലുകളും നല്ല ഉയരത്തിലാണ്. കാരണം നമ്മൾ നല്ല ഹൈറ്റിലാണ് വീട് വെച്ചേക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനലുകൾ പുറത്ത് നിന്ന് നമുക്ക് തുടക്കാനൊന്നും പറ്റൂല. ഏണിയിൽ കയറിയിട്ട് വേണം തുടക്കാൻ. പിന്നെ ഈ സാധനങ്ങൾ നമ്മളുടെ പുറകിൽ ആ മെഷ് അടിച്ചേക്കണത് ഒക്കെ നല്ല ഹൈറ്റിലായിരിക്കണത്. നമുക്ക് ഏണി വെച്ച് കയറിയിട്ട് തുടക്കാൻ പറ്റുള്ളൂ. എപ്പോഴും ഞാൻ പപ്പനെ കൊണ്ടൊക്കെ തുടപ്പിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഏണി വെച്ച് കയറി ഇറങ്ങി ഏണി മാറ്റി വെച്ച് തുടക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഈ ഒരു സംഭവം ഇങ്ങനെ ക്ലീൻ ചെയ്ത് കാണിക്കുന്നുണ്ട്, ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. സംഭവം കൊള്ളാം. പക്ഷേ ഇത് വൃത്തിക്ക് കെട്ടിയില്ലെന്നുണ്ടെങ്കിൽ പണിയാണ്. ഇത് അഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. എനിക്ക് അഴിഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ജനലൊക്കെ ക്ലീൻ ചെയ്യാൻ ഇത് കൊള്ളാട്ടോ, കാരണം നനച്ച് തുടക്കാൻ. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുക്കും മൂലയും ക്ലീൻ ചെയ്യാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ
ഉപകാരമായിട്ട് തോന്നിയത്. കാരണം ഈ മുക്കും മൂലയും ഇങ്ങനെ ഇതിൻ്റെ അരികിലൊക്കെ ഒരു വെള്ള കളറുള്ള സാധനമൊക്കെ പിടിച്ചിരിക്കൂലേ, നമ്മൾ ഈ ജനലൊക്കെ തുറക്കുമ്പോൾ അതൊക്കെ പോകാനും പൊടി പോകാനും സൂപ്പറാണ്. പിന്നെ ഇത് ഇതുപോലെയൊക്കെ അങ്ങോട്ട് തുടച്ചൊക്കെ എടുക്കാം, അതിനൊക്കെ അടിപൊളിയാണ്. വൃത്തിക്ക് കെട്ടണമെന്ന് മാത്രം അത് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്, കാരണം എനിക്ക് പല പ്രാവശ്യം ഇത് അഴിഞ്ഞു പോയി. പിന്നെ ഒരു മെനക്കേടാണ്, നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അഴിച്ചു കെട്ടുക ബുദ്ധിമുട്ടാണ്. പിന്നെ എൻ്റെ ഈ മെഷ് ക്ലീൻ ചെയ്യാൻ നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ മെഷൊക്കെ വെറുതെ പളാന്ന് മിന്നാൻ തുടങ്ങി. അപ്പോൾ അതിനകത്ത് ഞാനിത്തിരി വിനാഗിരിയും ഡിറ്റർജൻറ്റും ലിക്വിഡ് ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. വിനാഗിരി ഇടുന്ന കാര്യം ഞങ്ങൾക്കറിയാമല്ലോ, കലിപ്പ് ഇങ്ങനെ അടങ്ങാതെ നിൽക്കണേണ്, എൻ്റെ പല്ലിയുടെ കലിപ്പ് പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വിനാഗിരി എപ്പോഴത്തേയും ഞാനിങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കണേണ്. അപ്പോൾ അങ്ങനെ വിനാഗിരിയൊക്കെ ഇട്ടിട്ട് ഇതൊക്കെ ഇട്ട് ഇതുണ്ട്, അഴുക്ക് നന്നായിട്ട് പോന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇത് വെച്ചിട്ട് ഇങ്ങനെ ഈ ഗ്ലാസ്സുകൾ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മളുടെ സ്പിൻ മോപ്പ് കുറേയും കൂടി പ്രയോജനപ്പെടും. കാരണം അത് പെട്ടെന്ന് ഗ്ലാസ് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുമേ. അപ്പോൾ അത് ഗ്ലാസ് ഇങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട് സ്പിൻ മോപ്പ് വളരെ നല്ലതാണ്. താഴെ നിന്ന് തന്നെ നമുക്ക് വേഗം ക്ലീൻ ചെയ്തെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഏണി ഇറങ്ങി കയറി നീക്കി വെക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണെന്നേ. അങ്ങനെ ആകുമ്പോഴാണ് ഞാൻ പപ്പനെ വിളിച്ചു പറഞ്ഞത്, അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്യണമെന്നൊക്കെ പറയും. അപ്പോൾ ഇത് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടാ. പക്ഷേ ഈ ഒരു സാധനം വെച്ചിട്ട് ഈ മെഷിൽ ക്ലീൻ ചെയ്യാൻ പറ്റണില്ല, ഇത് കറങ്ങി കളിക്കണമായിരുന്നു. അപ്പോൾ അതിന് മറ്റേ നമ്മൾ ഉണ്ടാക്കിയത് നല്ലതായിട്ട് ഉപയോഗപ്രദമായി തോന്നി. പിന്നെ ഇതുപോലത്തെ സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വാൾ ടൈൽസുകൾ ക്ലീൻ ചെയ്യാൻ നല്ലതാണ് കേട്ടോ. സ്പ്രേ ചെയ്ത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മളുടെ കുളിമുറിയിലെ വാൾ ടൈൽസ് ക്ലീൻ ചെയ്യാനായിട്ട് ഈ സ്പിൻ മോപ്പ് നല്ലതാണ് കേട്ടോ. അത് നമ്മൾ ഫ്രഷ് ആയിട്ട് കഴുകി വെച്ചേക്കണ ഒരു മോപ്പിൻ്റെ ഹെഡ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ആ സംഭവം കൊള്ളാം. അത് പറ്റുമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തോ. കാരണം അത് നമുക്ക് കളയണ ലെഗിങ്സിൻ്റെ ഇതല്ലേ, അപ്പോൾ അത് ഉപയോഗിക്കണം. അത് വേസ്റ്റായി പോയാലും കുഴപ്പമില്ല. പിന്നെ ഈ ലെഗിങ്സൊക്കെ കട്ട് ചെയ്ത് സ്ക്വയർ പീസസ് ആയിട്ട് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കാനൊക്കെ, അഴുക്ക് തുടച്ചെടുക്കാനൊക്കെ നല്ലതാണ്. നമ്മൾ ഈ മേടിക്കുന്ന നല്ല കിച്ചൺ ടവൽ വെച്ച് അഴുക്ക് തുടക്കാനൊന്നും എനിക്ക് തോന്നാറില്ല. അപ്പം ഞാനിങ്ങനെ ലെഗിങ്സും ബനിയനുകളും ഒക്കെ കട്ട് ചെയ്ത് ടീഷർട്ട് കട്ട് ചെയ്തൊക്കെ വെച്ചതാണ് എടുത്തിട്ട് തുടക്കണത്. പിന്നെ ആണെങ്കിൽ ആരെങ്കിലും ഒരു കഷ്ണം തുണി തന്നേന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ബനിയനായിട്ടാ അല്ലെന്നുണ്ടെങ്കിൽ ലെഗിങ്സിൻ്റെ ഒരു കാലായിട്ടൊക്കെ കൊടുക്കുന്നതിനേലും എത്ര വൃത്തിയാണ് സ്ക്വയർ പീസസ് ആയിട്ടുള്ള തുണിയായിട്ടൊക്കെ കൊടുക്കണത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. ഇപ്പം നമ്മളിവിടെ പെയിൻറ്റിങ് നടക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ തന്നെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവർ തുണികൾ ചോദിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മൾ ബനിയാനായിട്ടോ അങ്ങനെ ഇങ്ങനെയൊന്നും കൊടുക്കണ്ട. അപ്പോൾ പ്രത്യേകിച്ച് ഒരു ബനിയൻ തുണി താന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് അവർക്ക് വൃത്തിക്ക് കൊടുക്കാൻ സാധിച്ചു. അതുപോലെ കോട്ടൺ മുണ്ടുകളൊക്കെ കീറി പീസസ് ആയിട്ട് അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കോട്ടൺ വേണമെന്ന് പറയുമ്പോൾ കോട്ടൺ കൊടുക്കും അങ്ങനെയൊക്കെ. അപ്പോൾ എപ്പോഴും കുറച്ച് തുണികൾ നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ വേണ്ടാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റി നല്ല സ്ക്വയർ പീസസ് ആയിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വൃത്തിക്കാർക്കെങ്കിലും എടുത്ത് കൊടുക്കാൻ സാധിക്കും. ഒരു അഴുക്ക് തുടക്കാനൊക്കെ ആയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു തുണിക്കഷ്ണം തന്നേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇവിടെ മിക്കവാറും അങ്ങനെ ഉണ്ടാവും. ഒരു തുണിക്കഷ്ണം തന്നേക്കെ ആരെങ്കിലുമൊക്കെ ചോദിക്കും. അപ്പോൾ ഇങ്ങനെ വൃത്തിക്ക് എടുത്ത് കൊടുക്കുക. അപ്പോൾ ചൊവ്വാഴ്ചയും നമ്മൾ അധികം കറികളൊന്നും വെച്ചില്ല. ക്യാബേജ് തോരനും ഒരു കോവക്ക മെഴുക്ക് പുരട്ടിയും മാത്രമാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കയ്യിൽ സാമ്പാർ ഉണ്ടായിരുന്നു, അതും കൂടി കഴിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ ഈ ഒരു ഗാർബേജ് ബാഗ് കുറച്ച് ദിവസങ്ങളായിട്ട് മേടിച്ച് വെച്ചതാണ് കേട്ടോ. കാരണം നമ്മൾ ഈ ഒരു ഇത് വേസ്റ്റ് ബിന്ന് റയൻ എനിക്ക് മേടിച്ചു തന്നതായിരുന്നു വിശാലിൽ നിന്ന്. എത്രയോ മാസങ്ങൾക്ക് മുൻപേ മേടിച്ചതാണ്. ഇത് ഉപയോഗിക്കാതെ പൊടി പിടിച്ചവിടെ പുറത്തിരിക്കണമായിരുന്നു. കാരണം ഇതിൽ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മമ്മി നേരിട്ട് ഒരിക്കലും ഇടരുത്, ഇതുപോലെ ഗാർബേജ് ബാഗ് വെച്ചിട്ട് വേണം ഇടാനായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും കഴുകൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞങ്ങൾ അങ്ങനെ വെക്കാത്തതിനൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ അകത്ത് ഇങ്ങനെ ചവറ് കൊടുക്കാൻ പാടില്ല. അത് കൊട്ടിയെടുത്തിട്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവർ അയാൾ അവിടെ തന്നെ വെച്ചിട്ട് പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് വെക്കാത്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും പ്ലാസ്റ്റിക്കിൻ്റെ കവർ കൊട്ടി വെച്ചാലും അത് നമ്മൾ തന്നെ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ കൂട്ടത്തിൽ കൊടുക്കാം എന്നൊക്കെ വിചാരിച്ച് മേടിച്ചതാണ്. 3 റോളുള്ള ഒരു പാക്കറ്റാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. 50 ബാഗാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊന്ന് ട്രൈ ചെയ്തതാണ്. ഇതിൻ്റെ അടിയിലേക്ക് കയറുവാന്ന്, പക്ഷേ ഏത് സൈഡിൽ കൂടിയും കയറുന്നുണ്ടായിരുന്നില്ല. ഒന്നാമത്തെ കാര്യം അതിന്മേന്ന് അതെല്ലാം വിട്ടു തൂങ്ങി ഇങ്ങനെ, അതായത് ഞാൻ പറഞ്ഞതല്ലേ കെട്ട് കറക്റ്റ് ആയതില്ല. അപ്പോൾ ഇത് നനഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു
കട്ട പോലെ ഫ്രണ്ടിൽ വന്ന് ഇരിക്കാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് അരികുകൾ കയറാത്തതെന്ന് എനിക്ക് തോന്നിയിട്ടാ. ചിലപ്പോൾ അത് നമ്മൾ ഇങ്ങനെ അവർ പറഞ്ഞ പോലെ നീളത്തിൽ മുകളിലേക്ക് ഇങ്ങനെ ചുറ്റിയാണല്ലോ എടുത്തത്. അപ്പോൾ അത് കയറുമായിരിക്കാം. ഇതിപ്പോൾ അഴിഞ്ഞിട്ട് ഫ്രണ്ടിലേക്ക് ഇത്തിരി ഇറങ്ങിയത് കൊണ്ടാണെന്ന് തോന്നുന്നത് കയറാത്തത്. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടെ. എല്ലാം കൂടി ഇങ്ങനെ ഉരുണ്ട് കൂടി ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കയറൂല, അത് ശരിയാണ്. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്ത് നോക്കട്ടെ. എന്ന് വെച്ചാൽ നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, വേസ്റ്റ് സാധനം വെച്ച് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചാണ് ചെയ്ത് നോക്കുന്നത് പറഞ്ഞത്. ഏതായാലും മുക്കും മൂലം ക്ലീൻ ചെയ്യാൻ അടിപൊളിയാണ്. പിന്നെ ഈ ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നിങ്ങൾ സ്പിൻ മോപ്പ് കൊടുക്കുക. രണ്ടും കൂടി ആകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചക്കുള്ള ഫുഡ് കഴിഞ്ഞ് അപ്പോഴേക്കേ ഞാൻ പപ്പയുടെ അടുത്ത് എന്ത് പറഞ്ഞാലും അപ്പം തന്നെ ചെയ്യും കേട്ടോ. അപ്പോൾ പപ്പയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, പപ്പ എൻ്റെ ഓവണിൻ്റെ അകത്ത് കുറേ അധികം അഴുക്കാണ്, ഇങ്ങനെ തെറിച്ചൊക്കെ വീണിട്ട് അത് കുറേയൊക്കെ ഇരിക്കണുണ്ട്, ഒന്ന് ക്ലീൻ ചെയ്ത് തരുവാന്ന് ചോദിച്ചു. അതിനെന്താണെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അത് പൊക്കിക്കൊണ്ട് പോയി അത് തല കുത്തി വെച്ചാലേ അതിൻ്റെ മോൾവശം ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ പുള്ളി അത് കൊണ്ടുപോയിട്ട് എൻ്റെ ദൈവമേ പുതിയതുപോലെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നു വെച്ച്. ഇത് എങ്ങനെ റയനും ഇങ്ങനെ തന്നെയാണ്. റയനും ഇങ്ങനെ ക്ലീനിങ്ങിന് അതിൻ്റെ അപ്പുറത്ത് ഒരാൾക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല നമുക്ക്. അത്രയും വൃത്തിക്ക് ക്ലീൻ ചെയ്ത് തരും. അങ്ങനെ പാപ്പ അത് ക്ലീൻ ചെയ്യണ കേട്ടോ. അപ്പം ആ നേരത്ത് ഞാൻ വന്നിട്ട് ഇത്തിരി ചിക്കൻ മന്തി പെട്ടെന്നൊരു 15 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുത്താണ് കേട്ടോ. കാരണം റിച്ചാർഡ് പോയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മമ്മി ഇന്ന് ഞാൻ കാര്യമായിട്ടൊന്നും കഴിക്കില്ല കേട്ടോ, കാലത്ത് പാൽ മാത്രമല്ലേ കുടിക്കണം, അപ്പോൾ ഉച്ചക്കും കൂടി കാര്യമായിട്ട് കഴിച്ചില്ലെങ്കിൽ പിന്നെ വൈകുന്നേരം നമ്മൾ വെജിറ്റബിൾ ഫ്രൂട്ട്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ അത് ഉദ്ദേശിച്ച് തന്നെയാണ് അവൻ പറഞ്ഞാൽ ഞാൻ കാര്യമായിട്ട് കഴിക്കൂല, ഇന്ന് അവിടെ ഇങ്ങനെ അവനിഷ്ടമില്ലാത്ത സംഭവങ്ങളൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ്. അത് കേട്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചെന്ന് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് ചിക്കൻ മന്തി. വളരെ കുറച്ച് മാത്രം, ഒരു നേരത്തേക്ക് റോജർ ഉള്ളതല്ലേ, അപ്പോൾ റോജറിനും കൂടി ചേർത്ത് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കണ നേരത്ത് പപ്പയുടെ ഒരു ഞാൻ ഏൽപ്പിച്ച ജോലി വൃത്തിയായിട്ട് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനിന്ന് മയണൈസ് ഉണ്ടാക്കാൻ നോക്കിയപ്പോഴത്തേക്കും നമുക്ക് ഒട്ടും തന്നെ മുട്ട ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പനീറില്ലേ, പനീറും ഇത്തിരി വെളുത്തുള്ളിയും ഉപ്പും കുരുമുളക് പൊടിയും ഒരിത്തിരി പഞ്ചസാര, ഒരു നുള്ളു പഞ്ചസാര മതി. ഇന്ന് പഞ്ചസാര ഇട്ടത് ഇത്തിരി കൂടുതലായിരുന്നു കേട്ടോ, അത്ര ഇടണ്ട. പിന്നെ ഇത്തിരി വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീര്, പിന്നെ ഇത്തിരി പാലും കൂടി ചേർത്ത് അടിച്ചെടുത്തു കഴിഞ്ഞാൽ മയണൈസിൻ്റെ പോലെ തന്നെ കിട്ടും കേട്ടോ. ഈ എഗ്ഗും ഓയിലൊന്നും ഇല്ലാതെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു മയണൈസാണ്. ഇതും ഞാനൊരു വീഡിയോ നോക്കിയിട്ട് ചെയ്തതാണ്, നന്നായിരുന്നു. പിന്നെ ഇതിനകത്ത് ഞാൻ മധുരം ഇത്തിരി കൂടിപ്പോയിട്ടുണ്ടായിരുന്നു, ഒരു പിഞ്ച് മാത്രം ഇട്ടാൽ മതി. എന്നാൽ ഇത് സൂപ്പറാണ് കേട്ടോ, ഒരു കുഴപ്പമില്ല, നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാം. മുട്ടയുടെ മയണൈസ് പോലെ ആകൂല എങ്കിൽ തന്നെയും ഒരു കുഴപ്പമില്ല, കഴിക്കാം. ഹെൽത്തിയാണല്ലോ, അത് ഓർത്തിട്ട് കഴിക്കുക. അപ്പോൾ അത് നോക്കി എന്ത് ക്ലീനാക്കി തന്നെന്ന് നോക്കി. ഇതിന് മുൻപത്തെ ഒരു ഇതിൽ അത് കാണിക്കണമായിരുന്നു, കാരണം നിറയെ ഇങ്ങനെ തുരുമ്പ് പോലെ ഇങ്ങനെ കുത്തു പാടുകളായിരുന്നു. അതൊക്കെ കംപ്ലീറ്റ് കളഞ്ഞിട്ടാ. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ പൊറോട്ടയുടെ കഥ ഇന്ന് പറയാൻ സാധിച്ചില്ല, നാളത്തെ വീഡിയോയിൽ എന്തായാലും പറയാം. ചിരിക്കാൻ പറ്റിയ ഒരു കഥയാണ്, എൻ്റെയും പപ്പടയും കൂടി ചേർന്നിട്ടുള്ളൊരു കഥയാണ്. അത് നാളെ എന്തായാലും പറയാം കേട്ടോ. കാരണം ആ കഥയിൽ നമുക്ക് ഒരു ലെസൺ പഠിക്കാനും കൂടിയുണ്ട്, അതും കൂടി ചേർത്തിട്ടാണ് ഞാനത് പറയാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി റൂബിയുടെ ഒരു വീഡിയോ ക്ലിപ്പ് മാത്രമാണ് ബാക്കിൽ ചേർത്തേക്കുന്നത്, കാരണം റൂബിനെ കാണിക്കുന്നില്ല എന്നുള്ള പരാതി പലരും പറയുന്നുണ്ട്. അതുകൊണ്ട് റൂബി കുഞ്ഞിൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ക്ലിപ്പോടുകൂടി ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി നമുക്ക് നാളെ കാണാം. താങ്ക് യു. പൊന്ന ചേട്ടയുടെ കമ്പ്യൂട്ടറിൽ കയറി ചവിട്ടിയ കൊച്ചു, കമ്പ്യൂട്ടറിൽ ചവിട്ടിയാടോ കുഞ്ഞി, കുഞ്ഞൻ ചവിട്ടിയ ലാപ്ടോപ്പേ ചവിട്ടിയ കുഞ്ഞി. ഡാടാ കുഞ്ഞിനെ തള്ളല്ലേടാ, അവിടെ വെച്ചൊരു സാധനമാണ് ഇവിടെ പൊന്നുമ്മേ എന്തു പറഞ്ഞു ചേട്ടൻ? പെണ്ണുങ്ങോ കുഞ്ഞിന? ഇവൾക്ക് സ്ഥിരമുള്ള പരിപാടിയാണ്. എത്ര സ്ഥലമുണ്ടെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ലാപ്ടോപ്പിൽ ചവിട്ടി നടന്ന് ഈ സ്ക്രീന് ഇത് വേറെ ഇതാക്കുക, എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അല്ലേ. അതല്ലേ ചേട്ടൻ വഴക്ക് പറഞ്ഞത് അല്ലിപ്പാ? സിക്ക തിന്നാ നമുക്ക്, ഒരിത്തിരി സിക്ക തിന്നാ നമുക്ക്. കുഞ്ഞിന ഇത് പോടാ, അങ്ങനെയൊക്കെ പറയല്ലോ കുഞ്ഞിനെ, തെറ്റുമോ? സിക്ക ഇവിടെ മ്യൂസിക് ബോഡി മസില കാലക്കെട്ടി ആണോ?
സിക്ക തിന്നാ പൊന്നപ്പ നമുക്ക് ഒരു കഷ്ണം ഒരു കഷ്ണം സിക്ക ഉണ്ട് അവിടെ, ബാക്കിയൊക്കെ കൊച്ച് കഴിച്ച്. അതിന്റെ വെറുതെ കുഞ്ഞിനെ തട്ടല്ലേടാ. എന്താണമ്മ ബാ ചിക്കൻ തിന്ന കാലൊക്കെ എന്നിന്റെ പിന്നെ അവിടെ മുത്തനമ്മ പാവം കുഞ്ഞടാ, പാവം കുഞ്ഞടാ, മുത്ത് പാവണ്ടാ മമ്മിടമ്മ പാവണ്ടിപ്പാ. പിന്നെ രാത്രിയൊക്കെ എന്ത് വിഷമമാണെന്നറിയാമോ, അവിടെ മാന്തലും ചിക്കലും വിഷമം കാണിക്കലും ഞാൻ മാത്രമേ കാണുള്ളൂ. ഞാനാ കാണുന്നത് മൊത്തം സങ്കടം വരും. അവള് ആകെ അവശതയാകും രാത്രിയൊക്കെ അല്ലേ പൊന്നിപ്പാ. മമ്മിയുടെ മുത്തിനെ കാണണില്ലെന്നേ കൂടെ ആണ്ടിമാരൊക്കെ പറയണു പൊന്നാ കേട്ടാ, കുഞ്ഞിനെ കാണണില്ലെന്നിപ്പ. പ്രതീക്ഷ പോയി തെറ്റുമ്പോ അവിടെ മുത്തിച്ചീ വാ. കണ്ട കൊച്ചൊരു പീസ് മാത്രം ഇന്ന് ബാക്കിയിട്ടിട്ടുണ്ട്. പ്രാർത്ഥനക്കും കഴിച്ചില്ല, ഞാൻ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ കൊണ്ടുവന്ന് വെച്ചാണ്. വാ ഈ സിക്ക അങ്ങോട്ട് തിന്നെ വെച്ച് വാ വാ വാ. ഇതേ കണ്ട അടിയിൽ കയറി ഒളിക്കണേനുടനെ. പിന്നെ എങ്ങനെയാണ് കൊടുക്കണത്? ഉച്ചക്ക് റോജറാണ് ഒരു ഇത്തിരി വാരി കൊടുത്തത്, ബാക്കി ആകെ ഇത്തിരി കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, അതും ബാക്കി വെച്ചേക്കണേ. അതുകൊണ്ട് പേടിച്ചരണ്ട അവിടെ കയറി ഇരിക്കണേ. എന്താ കൊച്ചിരിക്കണത്?